ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്ക് ആൻഡ് ടൈമിലെ 5ാമത്തെ ഭാഗമാണ്. അപ്പോൾ ആദ്യത്തെ 4 ഭാഗങ്ങൾ കണ്ടതിന് ശേഷം മാത്രം 5ാമത്തെ ഭാഗം കാണൂ, എന്നാലേ നമുക്ക് ആ ഒരു കണ്ടിന്യൂവേഷൻ ലഭിക്കൂ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. 10 ആളുകൾ 10 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യും. 4 ദിവസത്തെ ജോലിക്ക് ശേഷം 2 ആളുകൾ കൂടി വന്നാൽ ബാക്കി ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും? സോ നമ്മൾ ഇത്രയും കാലം പറഞ്ഞതിന് കുറച്ച് വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 10 പേര് 10 ദിവസം കൊണ്ടാണ് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ 4 ദിവസം അവർ ജോലി ചെയ്തു. അതിനുശേഷം 2 പേര് കൂടി ആ ഒരു സംഘത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി ജോലി അവർ തീർക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആദ്യം ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ജോലിയാണ്. എത്ര ജോലി ഇവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് എഫിഷ്യൻസി എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിക്കണം. അത് കഴിവ്, ഒരാളുടെ കഴിവ് എത്രയാണെന്നുള്ള സംഭവം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് ഒന്നും ഇത്തരം ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് കൺസിഡർ ചെയ്താൽ മതി, ഇവിടെ ഒരാൾക്ക് ഒരു കഴിവാണെന്ന് കൺസിഡർ ചെയ്താൽ മതി. ആളുടെ കഴിവ്, ഇപ്പോൾ 10 ആളുകൾ ഇങ്ങനെ 10 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 20 ആളുകൾ 20 ദിവസം കൊണ്ട് എന്നൊക്കെ പറയുന്ന കേസ് ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിൽ നമ്മൾ ആളുകളുടെ കഴിവ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ആദ്യം കഴിവ് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനുശേഷം ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചിട്ട് കഴിവ് കണ്ടുപിടിച്ചു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കേസസിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, കഴിവ് നമ്മളെപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഒന്നായിട്ട് കൺസിഡർ ചെയ്താൽ മതി. സോ അപ്പോൾ 10 ആളുകൾ 10 ദിവസം, അപ്പോൾ 10 ആളുകൾക്ക് ഒരാൾക്ക് ഒരു കഴിവാണെന്ന് കൺസിഡർ ചെയ്താൽ നമുക്ക് എന്തായി, 10 ആളുകളുടെ കഴിവ് എത്രയായിരിക്കും? 10 ആളുകളുടെ കഴിവ് 10, പിന്നെ ചെയ്യുന്ന ജോലി എത്ര ദിവസമാണ്? 10 ദിവസം. അങ്ങനെ 10 ആളുകൾ 10 ദിവസം ജോലി ചെയ്താൽ എന്തായി, 100 ജോലിയായിരിക്കും അവിടെ ടോട്ടലായിട്ട് ഉണ്ടാവുക. കാരണം 10 ആളുകൾ 10 ദിവസം ജോലി ചെയ്താൽ എന്തായി, ആ ജോലി കഴിയും. അപ്പം ടോട്ടൽ 100 ജോലിയാണ് അവിടെ അവശേഷിക്കുന്നത്. എന്നാൽ 4 ദിവസത്തെ ജോലിക്ക് ശേഷം, അതായത് 4 ദിവസം എന്ത് ചെയ്തു, ഈ 10 പേരും ജോലി ചെയ്തു. അങ്ങനെയാണെങ്കിൽ 4 ദിവസം 10 പേർ ജോലി ചെയ്താൽ എത്ര ജോലി അവർ ചെയ്തിട്ടുണ്ടാവും? 10 അല്ലെ, 10 × 4 40 ജോലി. 40 ജോലി അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും 4 ദിവസം കൊണ്ട്, അല്ലേ? 4 ദിവസം കൊണ്ട് 10 പേര് 40 ജോലി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നമുക്കറിയാം ബാക്കി എത്രയുണ്ട്, ടോട്ടൽ 100 ജോലിയാണ്. ബാക്കി 100 - 40 60 ജോലിയാണ് അവിടെ അവശേഷിക്കുന്നത്. അവശേഷിക്കുന്ന ജോലി 60 ആണ്. ബാക്കിയുള്ള 60 ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം എത്ര പേരുണ്ട്? 2 പേരും കൂടി എക്സ്ട്രാ വന്നല്ലോ ഈ ഒരു ഇതിലേക്ക്. അപ്പോൾ 10 ആളും പിന്നെ 2 പേര് 12 ആള് ഇപ്പം ടോട്ടൽ എന്തുണ്ട്, ഈ 60 ജോലി ചെയ്യാൻ വേണ്ടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്, അതിന് എത്ര ദിവസം വേണം? അങ്ങനെ എത്ര ദിവസം വേണമെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ദിവസം എപ്പോൾ എന്താണ്, വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസിയാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു എഫിഷ്യൻസി എന്തായിട്ട് എടുക്കണം, എല്ലാവരും ഇനി ഒന്നായിട്ട് എടുക്കണം. ഇപ്പോൾ ഇവിടെ 12 ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ 12 ആയിരിക്കും എഫിഷ്യൻസി വരിക. സോ 5 ദിവസം വരും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇത്തരം ക്വസ്റ്റ്യൻസിൽ നമുക്ക് എഫിഷ്യൻസി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഡയറക്റ്റ് ആയിട്ട് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നാൽ എഫിഷ്യൻസി ഒന്നായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇപ്പോൾ 10 ആളുകൾ 20 ആളുകൾ 30 ആളുകൾ 5 ദിവസം കൊണ്ടെന്നൊക്കെ പറഞ്ഞ കേസസിലാണെങ്കിൽ നമുക്ക് വേറെ ഡാറ്റാസ് ഒന്നും തരാത്തതുകൊണ്ട് എഫിഷ്യൻസി എന്തായിട്ട് എടുക്കുക, അതിൽ എല്ലാവരുടെയും ഒന്നായിട്ട് എടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ എഫിഷ്യൻസി, അല്ലേ, 10 പേരപ്പം 10 എഫിഷ്യൻസി ആയിരിക്കും. 10 കഴിവ് കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ 10 പേര് 10 ദിവസം ആലോചിച്ചാൽ മതി. 10 ആളുകൾ 10 ദിവസം എന്ത് വരും? ടോട്ടൽ 100 ജോലിയാണ് ഇവിടെ ഉള്ളത്. ആദ്യം നമ്മൾ ജോലി കണ്ടുപിടിച്ചു. അതിനുശേഷം അവർ കണ്ടീഷൻ പറഞ്ഞു, 4 ദിവസത്തെ ജോലിക്ക് ശേഷം 2 ആളുകൾ കൂടി വന്നാൽ, അപ്പം 10 പേരാണ് എന്തെന്ന് ആദ്യത്തെ 4 ദിവസം ജോലി ചെയ്തത്. അപ്പം ടോട്ടൽ അവർ 10 × 4 40 ജോലി 4 ദിവസം കൊണ്ട് ചെയ്ത് തീർത്തു. അതിനുശേഷമാണ് 2 പേര് വരുന്നത്. അപ്പം ബാക്കി ഇവിടെ 60 ജോലിയാണ് ഉള്ളത്. ഈ 60 ജോലി ചെയ്യാൻ വേണ്ടി എത്ര പേരുണ്ട്? ഇനി 12 പേരുണ്ട്. അപ്പം 60 / 12 ചെയ്താൽ എന്ത് കിട്ടി? ബാക്കി അവർക്ക് എത്ര ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം വേണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ 5 ദിവസം. സിമ്പിളാണ്. ഇനി ഇതിൻ്റെ ഒരു 2-3 എക്സാമ്പിൾ കൂടി നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20 ആളുകൾ 9 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്ത് തീർക്കും. 6 ദിവസത്തെ ജോലിക്ക് ശേഷം 10 ആളുകൾ കൂടി വന്നാൽ ബാക്കി ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും? ഓക്കെ, നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? അപ്പം ടോട്ടൽ ഇവിടെ എത്ര ജോലി ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ജോലി കണ്ടുപിടിക്കാൻ വേണ്ടി 20 ആളുകളാണ്. അപ്പോൾ 20 ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എഫിഷ്യൻസി എപ്പോഴും ഒന്നായിട്ട് എടുത്താൽ മതി. ഇനി ഈ കേസസിൽ 20 × 1 അപ്പോൾ 20 തന്നെ. 20 ഇൻറ്റു എത്ര ദിവസം വർക്ക് ചെയ്തു? 9. ഇപ്പോൾ എഫിഷ്യൻസി ഇൻറ്റു ടൈം
ടോട്ടൽ ജോലി. അപ്പോൾ 180 ജോലിയാണ് എന്തെന്ന് അവിടെ ഉള്ളത്. 180 ജോലിയാണ് അവിടെ ഉള്ളത്. 6 ദിവസത്തെ ജോലിക്ക് ശേഷം 10 ആളുകൾ കൂടി വന്നാൽ, അപ്പോൾ 6 ദിവസത്തെ ജോലിക്ക് ശേഷമാണ് 10 പേര് വരുന്നത്. അപ്പോൾ 6 ദിവസം ഇപ്പം നിലവിലുള്ള 20 ആൾക്കാർ കൂടിയാണ് ജോലി ചെയ്തത്. അപ്പം 6 × 20 120 ജോലി എന്താക്കി അവർ 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ബാക്കി എത്ര ജോലി അവിടെയുണ്ട്? 180 മൈനസ് 120 60 ജോലി തന്നെ അവിടെ ബാക്കിയുണ്ട്. ഈ 60 ജോലി ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു 10 പേരും കൂടി വന്നു അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര പേരുമായി? 20 ആൾ ഓൾറെഡി അവിടെ ഉണ്ട്, പിന്നെ ഒരു 10 വന്നു, 30 പേരായി ബാക്കി ടോട്ടൽ അവിടെ ഉണ്ട്. അപ്പം 60 ഡിവൈഡ് ബൈ 30 അല്ലേ? ടോട്ടൽ ജോലി ഡിവൈഡ് ബൈ എഫിഷ്യൻസി പറയുമ്പോൾ നമ്മൾ 30 പേരാണെങ്കിലും എല്ലാവരും ഒന്നായിട്ട് എടുത്താൽ മതി. അപ്പം 30 തന്നെ. അപ്പോൾ 60/30 എന്ത് വരും? 2 ദിവസം. ബാക്കി ദിവസം ജോലി ചെയ്തെടുക്കാൻ വേണ്ടി എന്ത് ദിവസം മതി? 2 ദിവസം. ഓക്കെ, അപ്പോൾ ടൈം എന്ന് പറയുന്നത് എപ്പോൾ എന്താണ്? വർക്ക് ബൈ എഫിഷ്യൻസിയാണ്. ഇവിടെ എഫിഷ്യൻസി അപ്പോൾ നമ്മൾ ഒന്നായിട്ട് എടുക്കുക ഈ കേസസിൽ. അപ്പം 30 × 1 30 തന്നെ. ടോട്ടൽ ജോലിയിൽ ബാക്കിയുള്ളതാണ് എടുക്കേണ്ടത്. ജോലി ബാക്കിയുള്ളത് എടുക്കണം 60. 60/30 2 ദിവസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12 സ്ത്രീകൾ 8 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കും. സോ ഇവിടെ നമ്മൾ എന്തെടുക്കണം? എഫിഷ്യൻസി എപ്പോൾ ഇങ്ങനെയുള്ള കേസസിൽ ഒന്നായിട്ട് എടുക്കുക. അപ്പോൾ 12 സ്ത്രീകളാണെങ്കിൽ 12 × 1 12 തന്നെ. ദിവസത്തിലാണ് 8. അപ്പോൾ 12 × 8 96 അല്ലേ? 96 ജോലിയായിരിക്കും അവിടെ ടോട്ടൽ ഉണ്ടാവുക. ഇനി 6 ദിവസത്തിന് ശേഷമാണ് എന്തെന്ന് 8 സ്ത്രീകൾ പിരിഞ്ഞു പോയി. ഇവിടെ ശ്രദ്ധിക്കണം, 6 ദിവസത്തിന് ശേഷം 8 സ്ത്രീകൾ പിരിഞ്ഞു പോയി എന്നാണ് പറഞ്ഞത്. അപ്പം നിലവിലുള്ള 12 പേരിൽ 8 പേര് പിരിഞ്ഞു പോയി. ആദ്യത്തെ 6 ദിവസം ആര് ജോലി ചെയ്തു? ഈ 12 പേരും ജോലി ചെയ്തല്ലോ. അപ്പം 12 × 6 72 ജോലി എങ്ങനെയാ 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കി എത്ര ജോലിയുണ്ട്? 96 മൈനസ് 72 24 ജോലിയാണ് ഇനി അവിടെ ബാക്കിയുള്ളത്. ഇനി ഈ 24 ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര പേര് അവിടെ ഉണ്ട്? 12 ആളുണ്ടായാലും 8 പേര് പിരിഞ്ഞു പോയി, ബാക്കി 4 പേരല്ലേ ഉണ്ടാവും. സോ അതിൽ എത്ര സമയം എടുക്കുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ടൈം എന്തെങ്കിലും ജോലി ഡിവൈഡ് ബൈ എഫിഷ്യൻസി 4 24/4 വരും. ടോട്ടൽ എന്ത് വരും? 6 ദിവസം. 6 ദിവസം വേണം ഇവർക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ. 10 പുരുഷന്മാർ 13 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യും. സോ 10 × 13 130 ജോലിയാണ് അവിടെ ടോട്ടലായിട്ട് ഉള്ളത്. 7 ദിവസത്തിന് ശേഷം 4 പുരുഷന്മാർ ജോലി നിർത്തിപ്പോയി. അപ്പോൾ 7 ദിവസം ആരൊക്കെ ജോലി ചെയ്തു? ഈ 10 പേരും ജോലി ചെയ്തല്ലോ. അപ്പോൾ 10 × 7 70 ജോലി. ഇവിടെ 130 ജോലി ടോട്ടൽ. 70 ജോലി 7 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ബാക്കി എത്ര ജോലിയുണ്ട്? 130 മൈനസ് 70 60 ജോലി അവിടെ ബാക്കിയുണ്ട്. ഈ 60 ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എത്ര പേരേ ഉള്ളൂ? 4 പുരുഷന്മാർ ജോലി നിർത്തിപ്പോയി, 10 പേരുന്ന്. അപ്പം ബാക്കി 6 പേരെ അവിടെ ബാക്കിയുള്ളൂ. അപ്പോൾ 60 ഡിവൈഡ് ബൈ 6 10 ദിവസം വേണ്ടി വരും ഈ 6 പേർക്ക് ഇനി ആ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 25 കുട്ടികൾക്ക് 40 ദിവസത്തേക്കുള്ള ആഹാരമുണ്ട്. 30 ദിവസങ്ങൾക്ക് ശേഷം 25 കുട്ടികൾ കൂടി വന്നാൽ ബാക്കി എത്ര ദിവസത്തേക്ക് തികയും? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു വർക്ക് ആൻഡ് ടൈമുമായി ബന്ധമില്ലാത്തൊരു കൺസെപ്റ്റാണെന്നൊക്കെ തോന്നും. പക്ഷേ നമുക്ക് ഇപ്പം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അതേ കൺസെപ്റ്റ് വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. 25 കുട്ടികൾക്ക് 40 ദിവസത്തേക്കുള്ള ആഹാരമാണ് ഉള്ളത്. അപ്പം 25 × 40 ടോട്ടൽ 1000 ആഹാരം, ജോലികളുടെ ആഹാരമാണ്. ടോട്ടൽ 1000 ആഹാരം ഉണ്ട് എന്ന് കരുതുക അല്ല, നമുക്ക് തന്നിട്ടുണ്ട്. ആ ടോട്ടൽ 1000 ആഹാരമാണ് അവിടെ ഉണ്ടാവുക. ഇനി കണ്ടീഷൻ എന്താ പറഞ്ഞത്? 30 ദിവസങ്ങൾക്ക് ശേഷം 25 കുട്ടികൾ വന്നു. അപ്പം ആദ്യത്തെ 30 ദിവസം 25 കുട്ടികൾ അവിടെ ഉണ്ട്. അതിന് 30 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു 25 കുട്ടികൾ കൂടി വരികയാണ്. അപ്പോൾ ആദ്യത്തെ 30 ദിവസം കൊണ്ട് 25 കുട്ടികൾ എത്ര ആഹാരം യൂസ് ചെയ്തിട്ടുണ്ടാവും? 30 × 25 എന്ത് വരും? 750 ആഹാരമാണ് അവർ ഇത്ര 30 ദിവസം കൊണ്ട് യൂസ് ചെയ്തത്. ഇനി 30 ദിവസം കഴിഞ്ഞാൽ എന്ത് വന്നു? 25 പേര് കൂടി ആ ഒരു കൂട്ടത്തിലേക്ക് വന്നു. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 50 പേരായി. നമ്മളെ കൈമേൽ എത്ര ആഹാരം ബാക്കിയുണ്ട്? ടോട്ടൽ 1000 ഉണ്ടായി, 750 ഉപയോഗിച്ചു, ബാക്കി 250 ഉണ്ട്. ഈ 250 ആഹാരം എത്ര പേർക്ക് ഇനി വേണം? 50 പേർക്ക് കൂടി വേണം അല്ലേ?
25 പേര് വീണ്ടും പുതിയതായി വന്നല്ലോ, അപ്പോൾ 50 പേരായല്ലോ ഇപ്പം ടോട്ടൽ. അപ്പോൾ 250/50 5 ദിവസമാണ് ഇന്ന് ബാക്കിയുള്ള ആഹാരം തികയുക, 5 ദിവസം. സോ അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാലും നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ വർക്ക് ആൻഡ് ടൈമിൻ്റെ കൺസെപ്റ്റ് ആണെന്ന് തോന്നില്ല, പക്ഷേ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16 പേർ 49 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 28 ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കാൻ എത്ര പേർ വേണം? സോ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ കുറച്ച് വ്യത്യാസമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. അപ്പോൾ 16 പേര് 49 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലിയുണ്ട്. അത് 16 പേര് 49 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ്. ഇനി അതേ ജോലി 28 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് തീർക്കണമെങ്കിൽ എത്ര പേര് വേണമെന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് വർക്ക് ഒരു കോൺസ്റ്റന്റ് ആണെന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പം ഒരു ജോലി അവിടെ ഉണ്ട്, എന്തോ ജോലി ആയിക്കോട്ടെ, ഒരു കെട്ടിടം പണിയുന്നോ എന്തോ ഒരു ജോലി ഉണ്ട്. ആ ജോലി ഇനിയിപ്പം 16 പേര് വന്നാലും 28 പേര് വന്ന് ചെയ്താലും ആ ജോലി എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും അവിടെ സെയിം ആണ്. പിന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലാണെങ്കിൽ നമുക്ക് ഓരോ ആൾക്കാരെയും സെപ്പറേറ്റ് എഫിഷ്യൻസി ആയിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം 16 ആള് 28 ആള് അങ്ങനെയൊക്കെ ഉണ്ട്, നമുക്ക് കണ്ടുപിടിക്കുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എഫിഷ്യൻസി ഓരോ ആൾക്കാരുടെയും ഒന്നായിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പം ഈ 16 പേര് 49 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലിയും ഡാഷ് ആൾക്കാർ 28 ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി എന്താണ് അവിടെ ഈക്വൽ ആയിരിക്കും. കാരണം രണ്ടും ഒരേ ജോലിയാണ് ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, എത്ര പേര് വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആ ഒരു ജോലി തീർക്കാൻ. അപ്പം ജോലി ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, 16 എഫിഷ്യൻസി 16 തന്നെയാണ്. കാരണം 16 പേരാകുമ്പോൾ എഫിഷ്യൻസി 16 ആയിട്ട് എടുക്കുക. എല്ലാവർക്കും ഓരോ എഫിഷ്യൻസി വെച്ചിട്ട്, ഓരോ ജോലി വെച്ചിട്ട് അത് അവർ എഫിഷ്യൻസിന്ന് കണക്കാക്കുക, ഇൻറ്റു 49. അപ്പം ഇതാണ് ഇവിടുത്തെ ടോട്ടൽ ജോലി. 16 × 49 ആണ് ഇവിടുത്തെ ടോട്ടൽ ജോലി. ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഈ 28 ദിവസങ്ങൾ കൊണ്ട് എത്ര പേര് ചെയ്യുന്നതുള്ളത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അത് നമുക്കറിയില്ല, അത് എക്സ് എന്ന് വേണമെങ്കിൽ പറയാം, എക്സ് × 28. ഈ എക്സ് ആണ് നമുക്കിവിടെ കണ്ടിട്ടത്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൾക്കാരുടെ എണ്ണമാണ്, എണ്ണം. ഈ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ത് വരും, എക്സ് എന്ത് വരും, എക്സ് = 16 × 49 ഡിവൈഡ് ഈ 28 നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തു അല്ലേ, 28. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ, 7 പോയി, ഇവിടെ 7 4, ഇനി 4 ഇവിടെ 4 പോയി, ഈ 4 കട്ടായി. അപ്പം 4 × 7 എന്ത് വരും, 28 ദിവസം എന്ന് വരും. ഇനി ഇതേ സംഭവം തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓർമ്മിച്ച് നോക്കുക, N1 D1 = N2 D2. N1 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ, D1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. അപ്പം ആദ്യത്തെ സെറ്റിൽ എത്ര ആൾക്കാരുണ്ടോ അതുപോലെ തന്നെ എത്ര ദിവസം കൊണ്ട് അവർ ജോലി ചെയ്യും, അതാണ് N1 D1 എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അത് ഈക്വൽ ആയിരിക്കുന്നത് ടോട്ടൽ ജോലി തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു ഇക്വേഷൻ പോലെ പറയുന്നത് മാത്രം. രണ്ടാമത്തെ സെറ്റിലുള്ള ആൾക്കാരുടെ എണ്ണം N2 × രണ്ടാമത്തെ സെറ്റിലുള്ള ആൾക്കാരുടെ എണ്ണം, പിന്നെ D2 പറഞ്ഞാൽ അവർക്ക് അത് ചെയ്ത് തീർക്കാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണം. അപ്പം ഒരു ഇക്വേഷൻ പോലെ വേണമെങ്കിൽ N1 D1 = N2 D2. ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ചിലപ്പോൾ നമ്മളോട് D2 കണ്ടുപിടിക്കണമെങ്കിൽ ചോദിക്കുക, ചിലപ്പോൾ നമ്മളോട് N2 കണ്ടുപിടിക്കണമെങ്കിൽ ചോദിക്കുക. ഈ രണ്ട് പോസിബിലിറ്റികൾ നമ്മൾ ചോദിക്കും. ഒന്നുകിൽ എത്ര ദിവസങ്ങൾ കൊണ്ട് അവർ ചെയ്തു തീർക്കും, അല്ലെങ്കിൽ എത്ര ആൾക്കാർ വേണ്ടി വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് N2 ആണ്, എത്ര ആൾക്കാരാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇക്വേഷൻ ആയിട്ട് വേണമെങ്കിൽ ഓർമ്മിച്ച് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഏറ്റവും ബേസിക് എന്ത് തന്നെയാണ്, നമ്മൾ വർക്ക് എന്ന് പറയുന്ന സാധനം എപ്പോഴും എന്താണ്, കോൺസ്റ്റന്റ് ആണെന്നുള്ള കൺസെപ്റ്റിൽ തന്നെയാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു പോകുന്നത്. നേരത്തെ പറഞ്ഞ അതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു നോക്കാം. 16 ആളുകൾ ഒരു ജോലി 25 ദിവസം കൊണ്ട് തീർക്കുന്നു. സോ അവിടുത്തെ നമ്മൾ ടോട്ടൽ വർക്ക് എന്താണ്, 16 ആളുകൾ, 16 × 25. വേണമെങ്കിൽ ഇത് N1 ഇത് D1 ആയിട്ട് നമുക്ക് എടുക്കാം അല്ലേ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ തന്നെ ചിന്തിച്ചാൽ മതി. എഫിഷ്യൻസി 16 തന്നെയാണ്, കാരണം എല്ലാവർക്കും ഒരു എഫിഷ്യൻസി ആണെന്ന് ഓർമ്മിച്ചാൽ മതി. ഒരു കഴിവാണ്, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ജോലി അവർക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. സോ 16 ആളുകൾക്ക് 16 എഫിഷ്യൻസി. ഇനി 25 ദിവസം, 16 × 25. സോ എഫിഷ്യൻസി ഇൻറ്റു സമയം എന്ത് വരും, ടോട്ടൽ ജോലി. അത് ഈക്വൽ ആയിരിക്കും നെക്സ്റ്റ് സെറ്റിൻ്റെത്. 20 ആളുകൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നത് ചോദിച്ചാൽ, അപ്പം 20 ആളുകൾ നമുക്ക് തന്നിട്ടുണ്ട്. N2 എന്നുള്ള സംഭവം തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇവിടെ എന്താണ്, D2 ആണ്. ഈ N2 എന്ന് പറയുന്നത് ശരിക്കും എന്ത് തന്നെയാണ്, നമ്മൾ എഫിഷ്യൻസി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എഫിഷ്യൻസി ഒന്നാണെന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. സോ D2 എന്ത് വരും,
16 ഇൻറ്റു 25. ആ 20 എന്താ ഇങ്ങോട്ടേക്ക് വന്നില്ലേ, 20. 5 കൊണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഇവിടെ 5 വരും, ഇവിടെ 4 വരും. 4 ഇവിടെ പോയി. അപ്പോൾ 4 ഇൻറ്റു 5 20 ദിവസം വേണ്ടി വരും. 20 ദിവസമായിരിക്കും വേണ്ടി വരിക. വളരെ സിമ്പിളാണ്. ഒരു 5-10 സെക്കൻഡിനുള്ളിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ. നെക്സ്റ്റ്, 12 സ്ത്രീകൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 15 സ്ത്രീകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? അപ്പോൾ 12 സ്ത്രീകൾ 10 ദിവസം ഈക്വൽ ടു 15 സ്ത്രീകൾ എത്ര ദിവസം? D2 തന്നെയാണ് ചോദിക്കുന്നത്. 12 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 15. D2 എന്ത് വരും? 12 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 15. അപ്പം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിവൈഡ് ചെയ്താൽ ഇവിടെ 2 വരും, ഇവിടെ 3 വരും. 3ഉം 12ഉം 4. 4 ഇൻറ്റു 2 8 ഡേയ്സ്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8 പേർക്ക് 15 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യാൻ കഴിയും. എന്നാൽ 10 ദിവസം കൊണ്ട് അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ആളുകൾ വേണം? അപ്പം 8 പേർക്ക് 15 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും. അതേ ജോലി എന്നാൽ 10 ദിവസം കൊണ്ട് അതേ ജോലി. അപ്പം ഇവിടെ N2 ആണ് കണ്ടുപിടിക്കേണ്ടത്. N2 എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരുണ്ട് എന്ന് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ സെറ്റിൽ 10 ദിവസം തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? 8 ഇൻറ്റു 15. 10 ഇങ്ങോട്ട് എടുക്കാം, ഡിവൈഡ് ബൈ 10 എന്ന് വെച്ചാൽ 8 കിട്ടും. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 2, 2ഉം 8ഉം 4. അപ്പോൾ 4 ഇൻറ്റു 3 12 പേര് വേണ്ടി വരും. 10 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പേര് വേണ്ടി വരും? 12 പേർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 18 ആളുകൾ 30 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി. ഇപ്പം 18 പേര് 30 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് എത്ര ആളുകൾ വേണ്ടി വരും? N2 ആണ് വേണ്ടത്. N2 എന്ന് പറയുന്നത് എഫിഷ്യൻസി തന്നെയാണ്, അത് ഓർമ്മിച്ച് വെച്ചാൽ മതി. 20. അപ്പോൾ N2 എന്ത് വരും? 18 ഇൻറ്റു 30 ഡിവൈഡ് ബൈ 20. 0 പോയി 9 വരും. 9 ഇൻറ്റു 3 27 ആളുകൾ. സോറി, ഇവിടെ ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കണേ. 18 ആളുകൾ 30 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ ഇനി എത്ര ആളുകൾ കൂടി വേണം? എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 27 ആളുകൾ വേണ്ടി വരും ടോട്ടലായിട്ട് അത് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിലവിൽ ഇപ്പോൾ ഇവിടെ എത്ര ആളുണ്ട്? 18 ആളുകൾ ഉണ്ട്. ഓൾറെഡി ആ 18 ആളുകൾ ഉണ്ട്. ചോദ്യം എങ്ങനെയാണ്? 18 ആളുകൾ 30 ദിവസം കൊണ്ട് ചെയ്തിരുന്ന ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണമെങ്കിൽ ഇനി എത്ര ആളുകൾ വേണ്ടി വരുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എത്ര ആളുകൾ വേണ്ടി വരും? ഇപ്പം ഇനി എത്ര ആളുകൾ വേണ്ടി വരുന്നത് വെച്ചാൽ എന്താണ്? ഇപ്പം നിലവിൽ എത്ര ആളുണ്ട്? ഇവിടെ 18 പേരുണ്ട്. ഇത് ചെയ്ത് തീർക്കണമെങ്കിൽ ടോട്ടൽ 27 ആൾക്കാർ വേണം. ഇനി എത്ര ആൾക്കാർ അപ്പം വേണ്ടി വരുന്നത് വെച്ചാൽ 27 മൈനസ് 18. 27 മൈനസ് 18 9 ആളുകൾ ഇനിയും കൂടുതൽ വേണ്ടി വരും. കൂടുതൽ എത്ര ആളുകൾ വേണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷനിൽ എങ്ങനെയായാലും 27 ഉണ്ടാവും, 9 ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് പെട്ടെന്ന് 27 കുത്താൻ ചാൻസ് ഉണ്ട്. ഇനി എത്ര ആളുകൾ കൂടി വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 27 അത് മൈനസ് ചെയ്യുക. ആ ആളുകളാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8 പേർക്ക് 15 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യാൻ കഴിയും. എന്നാൽ 10 ദിവസം കൊണ്ട് അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ആളുകൾ വേണം? ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെ ചെയ്യും നമ്മൾ? സെയിം ക്വസ്റ്റ്യൻ തന്നെ. 8 പേർക്ക് 15 ദിവസം വേണം. 8 പേർക്ക് 15 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ 10 ദിവസം കൊണ്ട് അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ആളുകൾ വേണമെന്ന് ചോദിച്ചിട്ടുള്ളത്. എത്ര ആളുകൾ അധികം വേണമെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. എത്ര ആളുകൾ അധികം വേണം? എത്ര ആളുകൾ അധികം വേണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം 8 ഇൻറ്റു 15 ഈക്വൽ ടു N2 ഇൻറ്റു 10 അല്ലേ? അപ്പോൾ N2 ആദ്യം കണ്ടുപിടിക്കണം. N2 കണ്ടുപിടിക്കുമ്പം 8 ഇൻറ്റു 15 ഡിവൈഡ് ബൈ 10 അടിയിലേക്ക് വരും. 3, 2, 4. 4 ഇൻറ്റു 3 12. അപ്പോൾ 12 ആളുകളാണ് ടോട്ടൽ ആ ഒരു ജോലി ചെയ്യാൻ വേണ്ടത്. പക്ഷേ എങ്കിൽ അധികം വേണ്ട ആളുകൾ ചെയ്യുമെങ്കിൽ 12 എന്ത് കുറക്കണം? നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ള 8 കുറക്കണം. 12 മൈനസ് 8 4 ആളുകൾ അധികം വേണം. 4 ആളുകളാണ് അധികം വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 24 പേർ ദിവസേന 8 മണിക്കൂർ ജോലി ചെയ്താൽ 10 ദിവസം കൊണ്ട് ഒരു ജോലി തീരും. ദിവസേന 10 മണിക്കൂർ ജോലി ചെയ്തു 6 ദിവസം കൊണ്ട് ആ ജോലി തീർക്കാൻ എത്ര ആളുകൾ വേണം? ഇവിടെ ശരിക്കും ശ്രദ്ധിക്കാനുണ്ട്. 24 പേര്. എത്ര പേരാണ്? 24 പേരാണ്. ദിവസേന
8 മണിക്കൂർ ജോലി ചെയ്താൽ 10 ദിവസം കൊണ്ട് ഒരു ജോലി തീരും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് ദിവസം മാത്രമല്ല എത്ര മണിക്കൂറാണ് അവർ ജോലി എടുക്കുന്നതെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര മണിക്കൂർ ജോലി എടുക്കുന്നത് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ്. പക്ഷെ നമ്മൾ ഇവിടെ മണിക്കൂറും ദിവസവും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എഫിഷ്യൻസി ഇത്തരം കേസസിൽ ഒന്നാണ് വരിക. അപ്പം 24 പേരാണെങ്കിൽ 24 തന്നെയാണ് വരിക എഫിഷ്യൻസി. 24 ഇൻറ്റു ആ മണിക്കൂർ 8 അതും ഇൻറ്റു ദിവസവും, ഇത് രണ്ടും ചെയ്യണം. അപ്പോൾ 24 ഇൻറ്റു 8 ഇൻറ്റു 10 അത് മൂന്നും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ടോട്ടൽ ജോലി കിട്ടുക. സോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിലൊന്നും നമ്മൾ എത്ര മണിക്കൂർ ജോലി എടുക്കുന്നുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് അവിടെ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്, ഇത്ര മണിക്കൂർ 8 മണിക്കൂർ ജോലി ചെയ്താലെന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു സംഭവം കൂടി അതിൽ ടൈമിൽ ഉൾപ്പെടുത്തണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ വർക്ക് കിട്ടുക. അതെന്തിന് ഈക്വലായിരിക്കും? ദിവസേന 10 മണിക്കൂർ ജോലി ചെയ്തു 6 ദിവസം കൊണ്ട് ആ ജോലി തീർക്കുക. 10 മണിക്കൂർ ജോലി ചെയ്ത് 6 ദിവസം കൊണ്ട്. അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട N2 തന്നെയാണ്. N2 അപ്പം എന്തൊരു 10 ദിവസം കൊണ്ട് 6 മണിക്കൂർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, N1 D1 T1 ഈക്വൽ ടു N2 D2 T2 ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറി. കാരണം ഇവിടെ N1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പീപ്പിൾ ആണ്, D1 എന്ന് പറഞ്ഞാൽ ദിവസം, T1 എന്ന് പറഞ്ഞാൽ എന്താണ്? മണിക്കൂറാണ്. നമുക്ക് തന്നിട്ട് എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നതല്ലാണ്. N2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെറ്റിലുള്ള ആൾക്കാരുടെ എണ്ണം, രണ്ടാമത്തെ സെറ്റ് തീരാൻ വേണ്ട ദിവസം, രണ്ടാമത്തെ സെറ്റിൽ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നതാണ് N2 T2 D2. ഇവിടെ നമുക്ക് N2 ആണ് കണ്ടുപിടിക്കേണ്ടത്. N2 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇപ്പം 24 ഇൻറ്റു 8 ഇൻറ്റു 10 ഈ രണ്ട് സെറ്റ് അടിയിലേക്ക് വരും അല്ലേ? 10 ഇൻറ്റു 6, 10 10 വെട്ടി 6ഉം 4ഉം 24 അല്ലേ? 6 4 അല്ലേ? സോ 4. അപ്പോൾ 8 ഇൻറ്റു 4 32 പേര് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം ഈ ഒരു ക്വസ്റ്റ്യൻ. 24 പേർ ദിവസേന 8 മണിക്കൂർ കൊണ്ട് ഒരു ജോലി ചെയ്താൽ 10 ദിവസം കൊണ്ട് ഒരു ജോലി തീരും. അപ്പം ഇത്തരം കേസസിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? 24 ഇൻറ്റു എത്ര പേരുണ്ടോ അത്രയും പേര് ഇൻറ്റു എത്ര മണിക്കൂറുണ്ടോ അത്രയും മണിക്കൂർ. ഇപ്പം 8 മണിക്കൂറാണെങ്കിൽ 8 മണിക്കൂർ ഇൻറ്റു എത്ര ദിവസം കൊണ്ടോ അത്രയും ദിവസം 10. ഇതാണ് നമ്മൾ ഇവിടുത്തെ ടോട്ടൽ വർക്ക്. ഇത് ഈക്വൽ ആയിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട N2 ആണ്. 10 മണിക്കൂർ കൊണ്ട് 6 ദിവസം. ഓക്കെ, ഈ 10 ഇൻറ്റു 6 നമ്മൾ അടിയിലേക്ക് എടുത്ത് കട്ട് ചെയ്താൽ എന്ത് കിട്ടി? നമ്മൾ 32. രണ്ടാമത്തെ സെറ്റിൽ എത്ര ആൾക്കാർ വേണമെന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16 പേർക്ക് ദിവസവും 7 മണിക്കൂർ വീതം ജോലി ചെയ്ത് 48 ദിവസം കൊണ്ട് ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ കഴിയുന്നു എങ്കിൽ 14 പേർക്ക് 32 ദിവസങ്ങൾ കൊണ്ട് ഇതേ പൂന്തോട്ടം നിർമ്മിക്കാൻ ഒരു ദിവസം എത്ര മണിക്കൂർ വീതം ജോലി ചെയ്യണം? നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. 16 പേർക്ക് ദിവസവും 7 മണിക്കൂർ വീതം ജോലി ചെയ്ത് 48 ദിവസം കൊണ്ട് ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ കഴിയുന്നുവെങ്കിൽ 14 പേർക്ക് 32 ദിവസങ്ങൾ കൊണ്ട് ഇതേ പൂന്തോട്ടം നിർമ്മിക്കാൻ എത്ര മണിക്കൂർ വീതം ജോലിയാണ്? T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ 16 ഇൻറ്റു 7 ഇൻറ്റു 48 ഡിവൈഡ് ബൈ 14 ഇൻറ്റു 32. ഇവിടെ എന്തായി? 16 ഇൻറ്റു 2 അല്ലേ 32, സോ 2 ആയി. ഇനി ഇവിടെ 48 24, 24ഉം 7ഉം ഇവിടെ 2 പോയി. ഇനി 24ഉം 2ഉം 12. ഇപ്പോൾ 12 ദിവസമാണ് വേണ്ടി വരിക. ക്യാൻസലായി വരുമ്പോൾ 12 ദിവസം കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് അതേ മെത്തേഡ് തന്നെയാണ്. സോ അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യ കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ള എന്ത് സംഭവമാണുള്ളത് അത് അങ്ങോട്ട് ഗുണിക്കുക. രണ്ടാമത്തെ കണ്ടീഷനിലുള്ള ബാക്കിയുള്ളവർ എന്താക്കുക? അതങ്ങോട്ട് ഹരിക്കുക. അപ്പോൾ ആദ്യ കണ്ടീഷനിൽ നമുക്ക് എന്തുള്ള N1ഉം D1ഉം
അതായത് ഇപ്പോൾ 16 ഇൻറ്റു 48 ദിവസമാണ്. എത്ര മണിക്കൂറുണ്ട്? 7 മണിക്കൂറാണ്. അത് അങ്ങോട്ട് ഗുണിക്കുക തമ്മിൽ. ബാക്കി രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്ന സാധനത്തിൽ അങ്ങോട്ട് ഹരിക്കുക. 14 പേർക്ക് 32 ദിവസങ്ങൾ കൊണ്ട്. നമ്മൾ ചോദിക്കുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ N2, D2, T2 ഇതിൽ 3 ഏതെങ്കിലും ഒന്നിലേക്ക് ചോദിക്കുക. ഒന്നുകിൽ എത്ര ദിവസം വേണം, അല്ലെങ്കിൽ എത്ര ആൾക്കാർ വേണം, അല്ലെങ്കിൽ എത്ര മണിക്കൂർ വേണം, ആ രീതിയിലെ ക്വസ്റ്റ്യൻ ചോദിക്കൂ. അപ്പം ആദ്യ സെറ്റിലുള്ളവരങ്ങ് ഗുണിക്കുക, രണ്ടാമത്തെ സെറ്റിലുള്ളവരങ്ങോട്ട് ഹരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആൻസർ കണ്ടുപിടിക്കുക. ഇനി മറ്റൊരു ശ്രദ്ധിക്കേണ്ടത്, ലാസ്റ്റ് ചോദിക്കുന്ന ചോദ്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അധികം വേണം, അങ്ങനെ ഇനി എത്ര കൂടുതൽ വേണം, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തേൽ നിന്ന് രണ്ടാമത്തേത് -8 രണ്ടാമത്തേൽ നിന്ന് ആദ്യത്തേത് -8 വേണം എന്തെന്ന് നമ്മൾ ആ ഫൈനൽ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ N2, D2, T2 കണ്ടുപിടിക്കുന്ന ഏത് കേസാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ എഴുതുക. പിന്നെ അധികം വേണം, കുറവ് വേണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും -8 വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചെയ്തെല്ലാം തെറ്റിപ്പോവുകയും ചെയ്യും, നെഗറ്റീവ് അടിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 36 പേര് ഒരു ദിവസം 5 മണിക്കൂർ വീതം ജോലി ചെയ്തു. 20 ദിവസം തീർക്കുന്ന ജോലി 24 പേർക്ക് ദിവസവും 6 മണിക്കൂർ വീതം ജോലി ചെയ്തു. ഈ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം അധികം വേണം? എത്ര ദിവസം അധികം വേണമെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇവിടെ എന്താണ്? D2 ആണ്. ആദ്യം നമ്മൾ D2 കണ്ടുപിടിക്കുക, എന്നിട്ട് അധികം വേണം കണ്ടുപിടിക്കുക. 6 × 6 36, അതുപോലെ 24 6 എന്തുപോയി? 4 20 പോയാൽ 5. സോ D2 എന്ത് കിട്ടി? നമുക്ക് 25 കിട്ടി. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം ഒന്നുകൂടി വായിക്കണം. എത്ര ദിവസം അധികം വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അധികമാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പം 25 - 20, 5 ദിവസമാണ് ഇവിടെ അധികം വേണ്ടത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക, ആൻസർ ചെയ്യുക, അത്രയേ ഉള്ളൂ. സോ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു ടൈപ്പ് കൂടി പറയാനുണ്ട് ഈ ഒരു വർക്ക് ആൻഡ് ടൈം എന്നുള്ള ടോപ്പിക്കിൽ. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.